വേടന് പിന്തുണയുമായി യാക്കോബായ സഭയിലെ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത രംഗത്ത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മെത്രാപ്പോലീത്ത വേടന് പിന്തുണയുമായി രംഗത്തു വന്നത്. ഉടൻ തന്നെ വേടനെ കാണാനിരിക്കുകയാണ് മെത്രാപ്പോലീത്ത. കഴിഞ്ഞ ദിവസം ലഹരി കേസിൽ പിടിക്കപ്പെടുകയും ആ കേസിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ വേടനെ വനം വകുപ്പ് പുലിപ്പല്ല് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വേടന് പിന്തുണയുമായി മലങ്കര യാക്കോബായ സഭയുടെ ഡോക്ടർ ഗീവറീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം വനം വകുപ്പിനെ രൂക്ഷമായ ഭാഷയിൽ മെത്രാപ്പോലീത്ത വിമർശിക്കുകയും ചെയ്തു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മെത്രാപ്പോലീത്ത തന്റെ പ്രതിഷേധം അറിയിക്കുകയും വേടന് പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: എനിക്ക് വേടനെ നേരിട്ട് കാണണം, ഒന്ന് ആലിംഗനം ചെയ്യണം, സംസാരിക്കണം. ലഹരിയുടെ സ്വാധീനം അല്പമെങ്കിലും വേടനിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒപ്പം നിൽക്കണം. കേരളത്തിന്റെ ബോബ് മാർലി ആരോഗ്യവാനായി ഇനിയും കേരളത്തിൽ റിഗേ സംഗീത വിപ്ലവം അനുസ്യൂതം തുടരണം. അത്രമേൽ ഇഷ്ടമാണ് വേടനെ, വേടന്റെ പാട്ടുകളെ, അവയുടെ രാഷ്ട്രീയത്തെ. എത്ര നല്ല സന്ദേശമാണ് വേടൻ ഇന്ന് സമൂഹത്തിന് നൽകിയത്. തനിക്ക് തെറ്റുപറ്റി, പുകവലിയും മദ്യപാനവും നല്ല ശീലമല്ല, ഞാൻ തിരുത്തും എന്ന പ്രസ്താവന വേടനോടുള്ള ഇഷ്ടം 1000 ഇരട്ടി കൂട്ടുന്നുവെന്നും മെത്രാപ്പോലീത്ത കുറിച്ചു. വേടൻ തന്റെ പാട്ടുകളിൽ കൂടി പോലും പറയുന്നത് കാട് കക്കുന്നവനിവിടെ ഒരു കുഴപ്പമില്ല, ചോറ് കക്കുന്നവനാണ്. ചോറ് മോഷ്ടിക്കുന്നതാണ് കാട് മോഷ്ടിക്കുന്നതിനേക്കാളും വലിയ അപരാധം എന്നുള്ള രീതിയിലാണല്ലോ നമ്മുടെ ഈ ലോകക്രമം, നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ പാടിയ ഒരാളിനെ വെറുതെ വെച്ചേക്കാൻ പറ്റുമോ? തുല്യനീതി വേണമെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ജന്മിത്വത്തെയും ജാതീയതയും മേലാളന്മാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഹാലിളകിയാൽ അത് വെച്ച് ഉറപ്പിക്കാനായിട്ട് ഇവിടുത്തെ സവർണ അധീശത്വ ശക്തികൾക്ക് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് അവരെല്ലാവരും ഒന്നു ചേർന്ന് അദ്ദേഹത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ഒരിക്കലും, അദ്ദേഹത്തിൻ്റെ ലഹരി ഉപയോഗം അദ്ദേഹം തന്നെ സംബന്ധിച്ചൊരു തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റിൽ അദ്ദേഹം പശ്ചാത്തപിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷെ മറ്റേ കേസെന്ന് പറയുന്നത് പുലിപ്പല്ല എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായിട്ട് ഒരു വലിയ ക്രിമിനലിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന രീതിയിലല്ലേ വേടനെ മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ പരേഡ് ചെയ്യിച്ചത്. അവിടെയാണ് നമ്മളീ പറയുന്ന ഈ ജാതീയതയുടെയും സവർണ മേധാവിത്വത്തിൻ്റെയും ഒക്കെ ഇരട്ട നീതി പ്രകടമാകുന്നത്. നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ, ജാതിയുടെ പ്രിവിലേജ് ഉണ്ടെങ്കിൽ, അധികാരത്തിൻ്റെ പ്രിവിലേജ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ ഇല്ലാതാകും. ഇന്ന് പലരും രക്ഷപ്പെടുന്നതൊക്കെ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, സ്വാധീനമുള്ളവരുടെ മക്കളൊക്കെ സമാനമായ കേസുകളിൽ നിന്ന് എങ്ങനെയാണ് ഊരിപ്പോരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അധികാരത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ പ്രിവിലേജ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജാതിയുടെ പ്രിവിലേജ്, ഇദ്ദേഹം ആ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നത്. അങ്ങനെ ഒരാൾ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് നാളെ നമുക്ക് അപകടമായിരിക്കും. സംഗീതത്തിന്റെ വിപ്ലവ സ്വഭാവം അറിയാവുന്നവരാണ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ജാമ്യം കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്നു. മാനുഷിക മുഖം പണ്ടേ നഷ്ടപ്പെട്ട ഒരു വനം വകുപ്പ് നമ്മുടെ കേരളം ഒട്ടും പുരോഗമനപരമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. ലഹരി പൂർണ്ണമായി ഉപേക്ഷിച്ചു ശക്തമായി മടങ്ങി വരിക പ്രിയപ്പെട്ട അനിയന്റെ ചടുല സംഗീതത്തെക്കാൾ വലിയ ലഹരി വേറെ എന്തുണ്ട്? ഇങ്ങനെ തുടരുന്നു മെത്രാപ്പോലീത്തയുടെ വാക്കുകൾ.